ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം. സുപ്രഭാതമല്ല, സമയം കഴിഞ്ഞു. സുദിനം നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ 75 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 75 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചപ്പം നമ്മൾ 340 നാമങ്ങൾ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് 76 മുതൽ 80 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. ആദ്യം ശ്ലോകങ്ങൾ വായിക്കാം. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശവിമോചിനി സംഹൃദാശേഷഭാഷണ്ട സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്തപ്തസമാഹ്ലാദനചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാ തമോപഹ ചിതിസ്തൽപദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തതി. ഇതിൽ 2 നാമങ്ങൾ 16 അക്ഷരം വരുന്ന വലിയ നാമങ്ങളാണ്. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്ന 79ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമവും 80ാമത്തെ ശ്ലോകത്തിലെ ലാസ്റ്റ് നാമവും സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇനി ഓരോ ശ്ലോകം എടുത്ത് ഒന്നും കൂടി വായിക്കാം. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശവിമോചിനി സംഹൃദാശേഷഭാഷണ്ട സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാ തമോപഹ ചിതിതൽപദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഓരോ ശ്ലോകം എടുക്കുക. ആദ്യത്തെ ശ്ലോകം ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത. 5 നാമങ്ങളാണ്. ഏതൊക്കെ 5 നാമങ്ങൾ? ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി, ക്ഷയവൃത്തിവിനിർമുക്ത, ക്ഷേത്രപാലസമർച്ചിത. 5 നാമങ്ങൾ. ഇനി ആദ്യം നമുക്ക് ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ നാമം ക്ഷേത്രസ്വരൂപ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം, ടെമ്പിളല്ല, ടെമ്പിൾ തന്നെയാണ് നമ്മളുടെ ശരീരം. ക്ഷേത്രം ശരീരമാകുന്ന ക്ഷേത്രം. എങ്ങനെയാണോ ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു ആ ക്ഷേത്രത്തിൽ, അതേപോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആരുണ്ട്? ജീവനുണ്ട്. അപ്പം നമ്മുടെ ശരീരം ഒരു ക്ഷേത്രം തന്നെയാണ്.
അപ്പോൾ ആ ക്ഷേത്രത്തിലെ സ്വരൂപമായി ഇരിക്കുന്നത് ദേവിയാണ്. ശരീരം സ്വരൂപമായി ഇരിക്കുന്നവൾ ദേവി. ഉദാഹരണം, ശക്തിയും ശിവനും ഒന്നിച്ച് അർദ്ധനാരീശ്വര സങ്കല്പം. ഭഗവാൻ മഹാദേവൻ ക്ഷേത്രജ്ഞനാണ്. ക്ഷേത്രജ്ഞൻ അതായത് എല്ലാ ശരീരങ്ങളും ക്ഷേത്രം ആയിട്ടെടുക്കുക. അപ്പോൾ ശരീരം എന്ന ക്ഷേത്രത്തിന് അർത്ഥം എടുത്താൽ ആ ശരീരം സ്വരൂപമായിരിക്കുന്നവൾ ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവിക്ക് ക്ഷേത്ര സ്വരൂപ. അടുത്ത നാമം ക്ഷേത്രേശി. ആ ക്ഷേത്രത്തെ ഈശിക്കുന്നവൾ. ക്ഷേത്രമാകുന്ന ആ ശരീരമാകുന്ന ക്ഷേത്രത്തെ ഈശിക്കുന്നവൾ. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ എല്ലാ ശരീരങ്ങൾക്കും അതീശയായിരിക്കുന്നവൾ എന്നൊരർത്ഥം. കൂടാതെ ക്ഷേത്രജ്ഞൻ മഹാദേവനാണ്. അപ്പം ക്ഷേത്രജ്ഞൻ്റെ പത്നി ആയതുകൊണ്ടും ദേവിക്ക് ക്ഷേത്രേശൻ മഹാദേവനാണ്. അപ്പം അതിൻ്റെ സ്ത്രീലിംഗം ക്ഷേത്രേശി എന്ന്, മഹാദേവൻ്റെ പത്നിയായതുകൊണ്ട്. ഇനി അടുത്ത നാമം ക്ഷേത്രജ്ഞപാലിനി. ക്ഷേത്രജ്ഞപാലിനി. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ, ശരീരമാകുന്ന ആ ക്ഷേത്രത്തെയും ഉള്ളിലിരിക്കുന്ന ജീവനെയും. അപ്പം ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനാകുന്ന ജീവനെയും രക്ഷിക്കുന്നവളായതുകൊണ്ട് ദേവിക്ക് ക്ഷേത്രജ്ഞപാലിനി എന്ന് പേര്. അടുത്ത നാമം ക്ഷയവൃത്തി വിനിർമുക്ത. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, വൃത്തി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, വർദ്ധിക്ക, വളരുക. അപ്പോൾ ആ ക്ഷയവും വൃത്തിയും ഒന്നുമില്ല. നിന്നെല്ലാം അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവി ക്ഷയമോ വൃത്തിയോ ഒന്നുമില്ലാത്തവൾ, അതിൽ നിന്നെല്ലാം മുക്തയായവൾ എന്നർത്ഥം. സൃഷ്ടി, സ്ഥിതി, ലയം ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവിക്ക് ക്ഷയവൃത്തി വിനിർമുക്ത. വളരുന്നില്ല. ഒരു ചെടിയാണേലും അത് വെച്ചാൽ അത് വളരും അല്ലേ. അപ്പം ദേവി എന്നും ഒരേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ക്ഷയവുമില്ല ദേവിക്ക്, വൃത്തിയുമില്ല. വൃത്തി എന്ന് പറഞ്ഞാൽ വളർച്ച, അതുമില്ല. അതിൽ നിന്നൊക്കെ മുക്തയായിരിക്കുന്നവൾ എന്ന് അർത്ഥം. അപ്പോൾ എങ്ങനെയാണോ സമുദ്രത്തിൽ തരംഗങ്ങൾ ഉണ്ടാകുന്നത്, ആ തരംഗങ്ങൾ എത്ര തരംഗം ഉണ്ടായാലും സമുദ്രത്തിലെ വെള്ളത്തിന് വല്ല മാറ്റമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ദേവി. അപ്പോൾ ക്ഷയവൃത്തി വിനിർമുക്ത. അടുത്ത നാമം ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാലനാൽ സമർച്ചിത. അർച്ചിത എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് അർച്ചിക്കുക, നന്നായി അർച്ചിക്കുന്നു. അപ്പം ക്ഷേത്രപാലനാൽ സമ്യക്കായി അർച്ചിക്കപ്പെടുന്നവൾ. അർച്ചിക്കുക, പൂജിക്കുക എന്നൊക്കെ അർത്ഥം. അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ പൂജിക്കുക, അർച്ചന ചെയ്യുക എന്ന് പറയില്ലേ, പൂജ ചെയ്യുക എന്നർത്ഥം. അപ്പം ക്ഷേത്രപാലനായ മഹാദേവനാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി, പൂജിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അതായത് ക്ഷേത്രപാലൻ ക്ഷേത്രപാലൻ ആയതെങ്ങനെയാണ്? മഹാദേവൻ ഒരു ദാരുകൻ എന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടി തന്നിൽ നിന്ന് തന്നെ ഒരു കാളിയെ സൃഷ്ടിച്ചു, കറുത്ത ഒരു ദേവിയെ. എന്നിട്ട് ആ ദാരുകവധം ചെയ്യാൻ ദേവിയെ പ്രേരിപ്പിച്ചു. ദേവി ദാരുകനെ കൊന്നു കഴിഞ്ഞിട്ടും ആ ദേവിയുടെ, ആ കാളിയുടെ കോപം മാറിയില്ല. അപ്പം മഹാദേവൻ എന്ത് ചെയ്തു? ഒരു കൊച്ചു കുഞ്ഞായിട്ട് ദേവിയുടെ മുമ്പിൽ കിടന്ന് കയ്യും കാലും ഇട്ട് കരഞ്ഞു ഒച്ചത്തിൽ. അത് കണ്ടപ്പം ദേവിയുടെ മാതൃത്വം ഉണർന്നു. ആ കാളി എന്നുള്ള ഭാവം മാറിയിട്ട് മാതൃത്വം, അമ്മയുടെ ഭാവം വന്നു. ആ കുഞ്ഞിനെ വേഗം എടുത്തിട്ട് മടിയിൽ വെച്ച് മുല കൊടുത്തു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മഹാദേവൻ ആ മുല കുടിച്ച കൂടെ ദേവിയിലുണ്ടായിരുന്ന കോപം മുഴുവനും വലിച്ചെടുത്തു. മുലപ്പാലിൻ്റെ കൂടെ വലിച്ചെടുത്ത കോപം മുഴുവൻ കളഞ്ഞു. അപ്പോൾ ദേവി
കാളിയായി, ഭദ്രകാളിയായി, ഭദ്രമായി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളത്തെ ചെയ്യുക, നല്ലത് ചെയ്യുന്നവളായി ദേവി. അതുകൊണ്ട് ദേവിക്ക് ഭദ്രകാളി എന്ന് പേരും കിട്ടി. അപ്പം ഭദ്രത്തെ ചെയ്യുന്നവളാണ് ദേവി. ഇനി അങ്ങനെയാണ് ഭഗവാൻ ക്ഷേത്രപാലനായത്. അപ്പോൾ ആ ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നവളെന്ന അർത്ഥത്തിൽ ദേവിക്ക് പേര് ക്ഷേത്രപാല സമർച്ചിത. സമ്യക്കായി അർച്ചിക്കുക, നല്ലതുപോലെ അർച്ചിക്കുക. അപ്പോൾ ക്ഷേത്രപാലനായ മഹാദേവനാൽ നന്നായി പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ക്ഷേത്രപാല സമർച്ചിത എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ക്ഷേത്രരൂപ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ രൂപമായിരിക്കുന്നവൾ, ക്ഷേത്രേശി, എല്ലാ ശരീരങ്ങളിലും അധീശയായിരിക്കുന്നവൾ, എല്ലാ ശരീരങ്ങൾക്കും അധീശയായിരിക്കുന്നവൾ, ക്ഷേത്രജ്ഞപാലിനി, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനാകുന്ന ജീവനെയും രക്ഷിക്കുന്നവൾ, ക്ഷേത്രപാല സമർച്ചിത, ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നവൾ, മഹാദേവനാകുന്ന ക്ഷേത്രപാലൻ, ആ ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നവൾ. ഈ ശ്ലോകം ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. അടുത്ത ശ്ലോകം വിജയാ വിമലാ വന്ദ്യ വന്ദാരി ജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി. ഇതിൽ 7 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. വിജയ, വിമല, വന്ദ്യ, വന്ദാരി ജനവത്സല, വാഗ്വാദിനി, വാമകേശി, വന്യമണ്ഡലവാസിനി. ആദ്യത്തെ നാമം വിജയ. വിജയ എന്ന് പറഞ്ഞാൽ വിശേഷേണ ജയം മാത്രം ശീലമായിരിക്കുന്നവൾ. ദേവി ഒരിതിലും തോറ്റുപോയിട്ടില്ല. അപ്പം ഒരിടത്തും തോക്കാത്തവൾ എന്നർത്ഥം. അപരാജിത, പരാജിതയാകാത്തവൾ, പരാജയമില്ലാത്തവൾ, ജയം മാത്രം ശീലമായിട്ടുള്ളവൾ. അപ്പം വിശേഷേണ ജയം മാത്രം ശീലമായിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വിജയ എന്ന് ദേവിക്ക് പേര്. കൂടാതെ പത്മാസുരനെ ജയിച്ചപ്പോൾ 3 ലോകങ്ങളിലും ദേവി എന്തു ചെയ്തു? വിജയ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ദേവിക്കൊരു പേരും കൂടിയുണ്ട്, വിജയ എന്ന്. അതുകൊണ്ട് ദേവിക്ക് പേര് വിജയ എന്ന്. അടുത്ത നാമം വിമല. മലം എന്ന് പറഞ്ഞാൽ മാലിന്യം. വിമല എന്ന് പറഞ്ഞാലോ നിത്യശുദ്ധയായിരിക്കുന്നവൾ, മാലിന്യങ്ങളൊന്നുമില്ലാത്തവൾ എന്നർത്ഥം. അവിദ്യ ലേശം പോലും തീണ്ടാത്തവൾ. ഈ മാലിന്യം എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മളുടെ ഇതാണ്. എന്താണ്? അവിദ്യയാണ്. വിദ്യ, ജ്ഞാനമില്ലായ്മ, അറിവില്ലായ്മ, അതിനെയാണ് ഈ മാലിന്യങ്ങൾ എന്നൊക്കെ പറയുക. അപ്പം ഈ അറിവില്ല, അവിദ്യ ലേശം പോലും തീണ്ടാത്തവളാണ് ദേവി. വിദ്യാസ്വരൂപിണിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദേവിക്ക് വിമല എന്ന് പേര്. നിത്യശുദ്ധയായിരിക്കുന്നവൾ, മാലിന്യങ്ങളൊന്നുമില്ലാത്തവൾ എന്നൊക്കെ അർത്ഥം. വിദ്യാസ്വരൂപിണി എന്നർത്ഥം. അടുത്ത നാമം വന്ദ്യ. എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവൾ ദേവി. എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥത്തിൽ വന്ദ്യ. ഇനി അടുത്ത വന്ദ്യ, എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവൾ. വന്ദ്യ, വന്ദിക്കപ്പെടേണ്ടവൾ. അപ്പം വന്ദ്യ, എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവൾ. അടുത്ത നാമം വന്ദാരി ജനവത്സല. വന്ദാരി ജനവത്സല. 7 നാമങ്ങളുണ്ട്. 4-മത്തെയാണ് വന്ദാരു ജനവത്സല. വന്ദാരു
വന്ദിക്കുന്നവർക്ക് വന്ദിക്കുന്ന ജനങ്ങൾക്ക് വത്സലയായിട്ടിരിക്കുന്നവൾ. വത്സലയായിരിക്കുക എന്ന് പറഞ്ഞാലോ, എല്ലാവരെയും സ്വന്തം മക്കളെപ്പോലെ കരുതി വാത്സല്യം കൊടുക്കുന്നവൾ എന്നർത്ഥം. വന്ദാരി ജനവത്സല. വന്ദാരി ജനവത്സല, വന്ദിക്കുന്നവർക്ക് വത്സലയായി ഇരിക്കുന്നവളും എല്ലാവരെയും മക്കളായി വാത്സല്യത്തോടെ പരിപാലിക്കുന്നവളും ദേവി തന്നെ. ഇനി പശു അതിൻ്റെ കുട്ടിയെ പാല് കൊടുത്തു കഴിഞ്ഞ് വന്ദാരി ജനവത്സല, വന്ദിക്കുന്നവർക്ക് വത്സലയായിരിക്കുന്ന എല്ലാവരെയും മക്കളായി കണ്ട് വാത്സല്യത്തോടെ പരിപാലിക്കുന്നവളാണ് ദേവി. ഒരു പശു അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണോ പാല് കൊടുത്ത് വളർത്തുന്ന അതേപോലെ അതാണ് അമ്മ. അപ്പോൾ വന്ദാരി ജനവത്സല, വന്ദിക്കുന്ന ജനങ്ങൾക്ക് വത്സലയായി ഇരിക്കുന്നവൾ. അടുത്ത നാമം വാഗ്വാദിനി. വാഗ്വാദിനി, വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ. വധിക്കുന്നവൾ വാദിനി. അപ്പോൾ വാക്കുകളെ വധിക്കുന്നവൾ വാഗ്വാദിനി. വാക്കിനെ വധിപ്പിക്കുന്നവൾ, വാഗ്വാദം ചെയ്യാനുള്ള സാമർഥ്യം ഉള്ളവൾ. അപ്പോൾ ദേവിയുടെ വിഭൂതിയായ വേറൊരു ദേവിയും കൂടിയുണ്ട്, വാഗ്വാദിനി. വാക്കിനെ വധിപ്പിക്കുന്നവൾ, വാഗ്വാദം ചെയ്യാനുള്ള സാമർഥ്യമുള്ളവൾ, സാമർഥ്യം നൽകുന്നവൾ, ദേവിയുടെ വിഭൂതിയായ ഒരു ദേവിയാണ് വാഗ്വാദിനി ദേവി. ഇനി അടുത്ത നാമം വാമകേശി. വാമകേശി, കേശം മുടിയാണ്. വാമകേശി എന്ന് പറഞ്ഞാൽ കേശം മുടി, വാമം മനോഹരം. അപ്പോൾ മനോഹരമായ മുടിയുള്ളവൾ എന്നർത്ഥം. സുന്ദരമായ തലമുടിയോടുകൂടിയവൾ. വാമകേശി. ഒരെണ്ണം കൂടെയുണ്ട്, വന്യമണ്ഡലവാസിനി. ആ ശ്ലോകത്തിൽ വന്നി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. വന്യമണ്ഡലം, നമ്മുടെ കുണ്ടലിനി പഠിച്ചപ്പോൾ അതിനകത്ത് 6 ഷഡാധാരങ്ങൾ കണ്ടല്ലേ. അതിലേറ്റവും താഴെയുള്ള മൂലാധാരം, അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം. അപ്പോൾ ആ മൂലാധാരവും സ്വാധിഷ്ഠാനവും കൂടെ കൂടുന്ന ഭാഗത്തെയാണ് വന്യമണ്ഡലം എന്ന് പറയുന്നത്, തീയുടെ മണ്ഡലം. അപ്പോൾ ആ വന്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ വന്യമണ്ഡലത്തിൽ വസിച്ചവൾ എന്നും എടുക്കാം. വസിക്കുന്നവളും വന്യമണ്ഡലവാസിനി, വന്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ, അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ. സൂര്യചന്ദ്രന്മാർ, അഗ്നി, അപ്പോൾ ഈ ശ്ലോകം വിജയ, വിമല, വന്ധ്യ, വന്ദാര ജനവത്സല, വാഗ്വാദിനി, വാമകേശി, വന്യമണ്ഡലവാസിനി. ഇനി അടുത്ത ശ്ലോകം ഭക്തിമത്കൽപ്പലതിക പശുപാശവിമോചിനി, സംഹൃദാശേഷഭാഷണ്ട, സദാചാരപ്രവർത്തിക. 4 നാമങ്ങളേ ഉള്ളൂ. ഭക്തിമത്കൽപ്പലതിക. കൽപ്പലതിക എന്ന് പറഞ്ഞാൽ ലതിക വള്ളിയാണ്. കൽപ്പവൃക്ഷത്തിൻ്റെ ലത. ഭക്തിമത്, ഭക്തന്മാർക്ക്
കൽപ്പവൃക്ഷം ആയിരിക്കുന്നവൾ, അല്ലെങ്കിൽ കൽപ്പവൃക്ഷത്തിൻ്റെ ലതയായിരിക്കുന്നവൾ എന്നർത്ഥം. അത് സ്വർഗത്തിലെ ഒരു വൃക്ഷം, അതിൻ്റെ വള്ളിയാണ് കൽപ്പതരു, കൽപ്പകവല്ലി എന്നൊക്കെ പറയും. അപ്പോൾ വിമോചിനി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകം ഭക്തിമത് കൽപ്പലതിക, ഭക്തന്മാർക്ക് കൽപ്പവള്ളിയാകുന്ന ലതയായിരിക്കുന്ന സ്വർഗത്തിലെ ഒരു വൃക്ഷം, കൽപ്പവൃക്ഷം അല്ലേ, അതിൻ്റെ ലത കൽപ്പിക്കുന്നതെല്ലാം കൊടുക്കുന്നവയാണ്. അത് ആ വള്ളിയായിരിക്കുന്നത് ദേവിയാണെന്നാണ് പറയുന്നത്. ആ ശ്ലോകത്തിൽ തന്നെ പശുപാശവിമോചിനി, പശുക്കളെ കെട്ടഴിച്ചു വിടുന്നവൾ എന്ന്. ജീവനുള്ളവരെല്ലാവരും പശുക്കളാണ്. അപ്പോൾ പശുക്കളെ പശുപതി എന്ന് മഹാദേവന് പേരുണ്ട്, പശുപതി. അപ്പോൾ ഈശ്വരനാൽ കെട്ടപ്പെട്ടിരിക്കുന്ന കർമ്മബന്ധങ്ങളാകുന്ന പാശം കൊണ്ട് നമ്മളെ കെട്ടിവെച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ദേവിയാണ്. കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെയാണ് നമ്മളുടെ പാശമായിട്ട് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് അല്ലേ. ജീവനുണ്ടെങ്കിൽ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ അത് കയറാക്കി വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ കെട്ടിവെച്ച് വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ ആരാ മോചിപ്പിക്കുന്നത്? ദേവിയാണ്. അതാണ് പശുപാശവിമോചിനി, പശുക്കളെ കെട്ടഴിച്ചു വിടുന്നവൾ. അതായത് ആ പാശം കൊണ്ട് കെട്ടിയിരിക്കുന്ന ആ പാശത്തെയൊക്കെ ഇല്ലാതെയാക്കി, ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി നമ്മളെ രക്ഷിക്കുന്നവൾ ദേവി. ജീവന്മാരെല്ലാം പശുക്കളാണ്. അപ്പോൾ പശുക്കളിൽ പശുപതി എന്ന മഹാദേവൻ ഈശ്വരനായിട്ടും കർമ്മബന്ധങ്ങളാൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. എന്നർത്ഥം. അപ്പം പശുപാശ വിമോചിനി, സംഹൃദാശേഷ ഭാഷണ്ട, ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംഹരിക്കുന്നവളാണ് ദേവി. സംഹൃദാശേഷ ഭാഷണ്ട, എല്ലാം മുഴുവൻ പാഷണ്ഡന്മാരെയും, പാഷണ്ഡനെന്നും പാഖണ്ഡനെന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. പാന്ന് പറഞ്ഞാൽ വേദാർത്ഥത്തെ ബന്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാഖണ്ഡമാണ്, പായെ ഖണ്ഡിക്കുന്നത്. അപ്പോൾ എല്ലാ പാഖണ്ഡന്മാരെയും പാഷണ്ഡന്മാരെയും സംഹരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സംഹൃദാശേഷ ഭാഷണ്ട, അവരെയൊക്കെ സംഹരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സംഹൃദ എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നു. അടുത്ത നാമം സദാചാര പ്രവർത്തിക, സദാചാരത്തിൽ പ്രവർത്തിക്കുന്നവൾ, സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്നവൾ. സംഹൃദാശേഷഭാഷണ്ട. അടുത്തത്, അതായത് എല്ലാ പാഷണ്ഡന്മാരെയും പാഖണ്ഡന്മാരെയും സംഹരിക്കുന്നവൾ. സദാചാര പ്രവർത്തിക, സദാചാരത്തിൽ പ്രവർത്തിക്കുന്നവൾ. സദാചാരം എന്ന് പറഞ്ഞാലോ നമ്മുടെ സത്യം ധർമ്മം ഒക്കെ അനുസരിച്ച് ജീവിക്കുക. അപ്പം സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്നവരാണ് സദാചാര പ്രവർത്തികൾ. അപ്പം ദേവിയെ സദാചാരത്തിൽ പ്രവർത്തിക്കുന്നവളെന്നും നല്ല പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവളെന്നും പറഞ്ഞു. അതുകൊണ്ട് സദാചാര പ്രവർത്തിക എന്ന് ദേവിക്ക് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ
ഭക്തിമത് കൽപ്പലതിക, ഭക്തന്മാർക്ക് കൽപ്പവള്ളിയായിരിക്കുന്നവൾ. പശുപാശ വിമോചനി, പശുക്കളെ നമ്മളിലൊക്കെ ഉള്ള കർമ്മബന്ധങ്ങൾ എല്ലാം നീക്കി നമ്മളെ രക്ഷിക്കുന്നവൾ. സംഹൃദാശേഷഭാഷണ്ട, ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംഹരിക്കുന്നവൾ. സദാചാര പ്രവർത്തിക, എല്ലാ സദാചാരപ്രവർത്തിക, സദാചാരത്തിൽ വർത്തിക്കുന്നവൾ. സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ അനേക ശാസ്ത്രങ്ങൾ കൊണ്ട് നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ദേവി എന്തെല്ലാം ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് ദേവിക്ക് സദാചാര പ്രവർത്തിക എന്ന് പേര്. അപ്പം ഈ ശ്ലോകം ഭക്തിമത് കൽപ്പലതിക, പശുപാശ വിമോചിനി, സംഹൃദാശേഷഭാഷണ്ട, സദാചാര പ്രവർത്തിക. അടുത്ത ശ്ലോകം താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക, തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ. താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക, തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ. താപത്രയ അഗ്നി സമാഹ്ലാദന ചന്ദ്രിക. ഇവിടെ 16 അക്ഷരം വരുന്ന വലിയ നാമം. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്നൊരു നാമം. 79 ആദ്യത്തെ നാമം. രണ്ടാമത്തെ നാമം തരുണി താപസാരാധ്യ തനുമധ്യ തമോപഹ. ഇവിടെ ആദ്യത്തെ നാമം എടുക്കാം. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയം, 3 താപങ്ങൾ. അതേതൊക്കെയാ? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഇങ്ങനെ 3 തരം താപങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ 3 എന്നുള്ള അർത്ഥത്തിൽ ത്രയം. അപ്പോൾ താപത്രയം എന്ന് പറഞ്ഞാൽ 3 താപങ്ങൾ. ഏതൊക്കെയാ? ആധ്യാത്മികം, അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന താപം. താപം ദുഃഖം ഒക്കെ ആകാം. അപ്പം അത് ആദിഭൗതികം, അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ചുറ്റുപാടുകളിൽ നിന്ന്. നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്നതാണ് ആദി ഭൗതികം. അടുത്തത് അങ്ങനെ ആ 3 എണ്ണത്തിൽ നിന്നും. ആദിദൈവിക എന്താണ്? ദൈവികം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന. അപ്പം ആധ്യാത്മിക അവനവനിൽ നിന്ന്, ആദിഭൗതികം ചുറ്റുപാടുകളിൽ നിന്ന്. അപ്പോൾ ആദിദൈവികം പ്രകൃതി, സുനാമി, പിന്നെ നമ്മൾ പറയില്ല ഉൽക്ക വീണു എന്നൊക്കെ, അതൊക്കെ ദൈവികമാണ്. ഈ സുനാമിയൊക്കെ, വെള്ളപ്പൊക്കം, ഇതൊക്കെ ദൈവികം. അപ്പോൾ അങ്ങനെയുള്ള 3 താപങ്ങളിൽ നിന്നും തപിക്കുന്നവരെ കരകയറ്റുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് താപത്രയാഗ്നി സന്തപ്ത. ഇനി സമാഹ്ലാദന ചന്ദ്രിക. സമാഹ്ലാദനം, സമ്യക്കായി ആഹ്ലാദിക്കുന്നവളായ ചന്ദ്രിക. അപ്പം 3 തരത്തിലുള്ള താപത്രയങ്ങളിൽ നിന്നും തപിക്കുന്നവരെയൊക്കെ രക്ഷിക്കുന്നത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് സദാചാര പ്രവർത്തിക എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകം ഇനി തനുമധ്യ, അടുത്ത ഇതുണ്ട് ശ്ലോകത്തിൽ. അതപ്പം ഭക്തിമത് കൽപ്പലതിക, പശുഭാഷ വിമോചിനി, സംഹൃദാശേഷഭാഷണ്ട, സദാചാര പ്രവർത്തിക, താപത്രയ അഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഒരു നാമത്തിൻ്റെ കണ്ടുള്ളൂ. രണ്ടാമത്തെ നാമം തരുണി. തരുണി എന്ന് പറഞ്ഞാൽ താരുണ്യം, സൗന്ദര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. തനു മെലിഞ്ഞതാണ് തരുണി.
തരുണം, തനു മെലിഞ്ഞിരിക്കുന്നു. ശരീരം ക്ഷീണിച്ച്. എവിടെയാ മെലിഞ്ഞത്? മധ്യഭാഗം. വക്ഷസിൻ്റെ ഇടുപ്പിൻ്റെയും ഇടയ്ക്കുള്ള വയറിൻ്റെ ഭാഗം മെലിഞ്ഞിരുന്നാൽ സൗന്ദര്യ ലക്ഷണമാണ്. അപ്പം സുന്ദരി എന്നർത്ഥം. ദേവി സുന്ദരിയാണെന്നർത്ഥം. തനുമധ്യ, തനു മെലിഞ്ഞത്, തനുവിൻ്റെ മധ്യഭാഗം മെലിഞ്ഞത്, വക്ഷസിനും ഇടുപ്പിനും ഇടയ്ക്കുള്ള ഭാഗം മെലിഞ്ഞിരിക്കുന്നവൾ, വണ്ണം കുറഞ്ഞവൾ, സുന്ദരി എന്ന്. തനുമധ്യ. തമോപഹ, തമഹ അപഹ, തമഹ അപഹ, തമോപഹ. തമോപഹ എന്ന് പറഞ്ഞാൽ തമസിനെ നശിപ്പിക്കുന്നവൾ. നമ്മളിലേക്കൊക്കെ തമസ് എന്താണ്? അന്ധകാരം. എന്താണ്? അജ്ഞാനം അല്ലേ? ആ അജ്ഞാനത്തെ ഇല്ലാതെ അപഹരിച്ചിട്ട് ആ ജ്ഞാനത്തെ മാത്രം നമുക്ക് തരുന്നതിനെ എന്താണ്? എന്താണ്? നമുക്ക് ആ ഇതിൽ മനസ്സിനെ നശിപ്പിച്ച് താപസാരാധ്യ, തരുണി നിത്യയൗവനയായവൾ, താപസാരാധ്യ, തപസ്സികൾക്ക് ആരാധ്യയായിരിക്കുന്നവൾ, താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും എടുക്കാം. ഋഷീശ്വരന്മാരും ചന്ദ്രനും സൂര്യനും എല്ലാവരും ദേവിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തപസ്സികൾക്ക് ആരാധ്യയായിരിക്കുന്നവളെന്നും താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളെന്നും അർത്ഥം. തനുമധ്യ, ഉദരപ്രദേശം കൃശമായിരിക്കുന്നവൾ. തമോപഹ, തമോപഹ. ഉപഹ എന്ന് പറഞ്ഞാൽ തമസിനെ നശിപ്പിക്കുന്നവൾ, അപഹരിക്കുന്നവൾ. തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനം, ഇരുട്ട്. അപ്പം ഇരുട്ടാകുന്ന അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റിയിട്ട് ജ്ഞാനമാകുന്ന പ്രകാശം നൽകുന്നവളാണ് ദേവി. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ തമോപഹ എന്ന് പേര്. അപ്പം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ആ എന്താണ്? മൂന്ന് താപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവളെന്നും, തരുണി നിത്യയൗവനയായിരിക്കുന്നവൾ, താപസാരാധ്യ, തപസ്സികൾക്ക് ആരാധ്യയായിരിക്കുന്നവൾ, തനുമധ്യ, വയർ മെലിഞ്ഞിരിക്കുന്നവൾ, തമോപഹ, തമസിനെ നശിപ്പിച്ച് അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനവതിയാക്കി തീർക്കുന്നു ദൈവം. അപ്പോൾ ഈ ശ്ലോകം താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക, തരുണി താപസാരാധ്യ, തനുമധ്യ, തമോപഹ. അടുത്ത ശ്ലോകം ചിതിസ്തൽപതലക്ഷ്യാർത്ഥ ചിദേകരസ്വരൂപിണി, സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തതി. ചിതിസ്തൽപതലക്ഷ്യാർത്ഥ ചിദേകരസ്വരൂപിണി. ചിതിസ്തൽപതലക്ഷ്യാർത്ഥ ചിദേകരസ്വരൂപിണി, സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തതി. ഇപ്പം ഇവിടെ നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം അജ്ഞാനമൊക്കെ മാറ്റി നമ്മളെ നല്ല ഇതിലേക്ക് നയിക്കുന്നതും ദേവിയാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശീതകിരണങ്ങൾ, ചന്ദ്രൻ്റെ ആ നിലാവ് വരുമ്പോൾ ഒരു കുളിർമയുണ്ടാകും, അതാണ്. പിന്നെ തരുണി എന്ന് പറഞ്ഞാൽ നിത്യയൗവനയായവൾ, താപസാരാധ്യ, താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ചിതിസ്തൽപത ലക്ഷ്യാർത്ഥ. ചിത്ത് എന്ന് പറഞ്ഞാൽ അത് നപുംസകലിംഗാണ്, ചിതി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ്. അപ്പോൾ ദേവി അല്ലേ, അപ്പോൾ ഇവിടെ സ്ത്രീലിംഗം.
ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം, അറിവ്. സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം, അതായത് ശുദ്ധജ്ഞാനം. അപ്പം എല്ലാ ജ്ഞാനത്തിൻ്റെയും ആധാരയായി ഇരിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് ചിതി എന്നു പേര്. ഇനി അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി അവിടെ ചൈതന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. ആ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റിയിട്ട് ജ്ഞാനമാകുന്ന എല്ലാവരുടെയും ഉള്ളിൽ ചൈതന്യമായി ഇരിക്കുന്നത് ദേവിയാണെന്നർത്ഥം. അപ്പോൾ അത് ചിത്താനന്ദം, ചിതാനന്ദം. ചിതി തത്പദലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണി. തത്പദലക്ഷ്യാർത്ഥ, തത് എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥയായിരിക്കുന്നവൾ. തത് എന്ന് പറഞ്ഞാൽ അത് അല്ലേ, ദാറ്റ്. ഇവിടെ വേദങ്ങളിൽ തത്പദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പദം, അങ്ങയുടെ സ്ഥാനം എന്നൊക്കെ അർത്ഥം. ഇപ്പോൾ വേദങ്ങളിലെ വാക്യങ്ങളിൽ പ്രധാന മഹാവാക്യമാണ് തത്വമസി. തത് ത്വം അസി, അത് നീയാകുന്നു എന്ന്. തത്പദലക്ഷ്യാർത്ഥ, തത് എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥിയായിരിക്കുന്ന തത്പദം വേദങ്ങളിലെ വാക്യങ്ങളിലെ പ്രധാന മഹാവാക്യങ്ങളിലൊന്നാണ്. ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിലെ അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിലെ തത്വമസി. അതാണ് നമ്മൾ തത് ത്വം അസി, തത് ത്വം അസി. തത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അത് നീയാകുന്നു എന്നാണ് തത്വസി. അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചെന്നാൽ അവിടെ മേളിൽ എഴുതി വച്ചിരിക്കുന്നത്. തത്പദം വേദങ്ങളിലെ മഹാവാക്യമാണ്, പ്രധാന മഹാവാക്യം. എന്താ അത്? തത്പദ ലക്ഷ്യാർത്ഥ. തത്പദം എന്ന് പറയുന്നതുകൊണ്ട് ഭഗവാന്റെ ആ മോക്ഷം എന്നും എടുക്കാം അല്ലേ. തതെന്ന് പറഞ്ഞാൽ അത്, അതെന്ന് പറയുന്നത് ഭഗവാൻ. ഭഗവാന്റെ പദത്തിലെത്തിയാൽ മോക്ഷമായില്ലേ. അപ്പം മോക്ഷം ലക്ഷ്യാർത്ഥമായിരിക്കുന്നവൾ എന്നും മോക്ഷം ലക്ഷ്യമാക്കിയവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. ആ സ്ഥാനത്തിരിക്കുന്ന അത് എന്ന്. ഇവിടെ തത്വമസി എന്ന് പറഞ്ഞത് സാമവേദത്തിലെ ഒരു മന്ത്രമാണ് തത്വമസി. അപ്പം ഈശ്വരൻ ആണ് ഈ തത്ത്. അപ്പം ആ ഈശ്വരൻ എന്ന തത്വം, അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം, ആ സ്ഥാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് തത്പദ ലക്ഷ്യാർത്ഥയായിരിക്കുന്ന ദേവി. സൃഷ്ടി സ്ഥിതി ലയങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. തത്പദ ലക്ഷ്യാർത്ഥം. അടുത്ത നാമം ചിതേകരസരൂപിണി. ചിത്ത് ഏകരസമായിട്ട് അതിൻ്റെ രൂപമായിരിക്കുന്നവൾ, ചിത്താകുന്ന ഏകരസം. ചിത്ത് തന്നെ രസമായ രൂപത്തോടു കൂടിയവൾ എന്നെടുക്കാം. അപ്പം ജ്ഞാനം തന്നെയാണ് ചിത്ത്, അതിലെ ആനന്ദം അതിൻ്റെ രസമായ രൂപത്തോടു കൂടിയിരിക്കുന്നു. ചിത്തിൻ്റെ സ്വരൂപം തന്നെ രസമായി ഇരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ചിതേകരസരൂപിണി, ചിത്ത് തന്നെ രസമായ രൂപത്തോടു കൂടിയവൾ, ചിതേകരസരൂപിണി. അടുത്ത് സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. 16 അക്ഷരമുള്ള വലിയ നാമം. സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. സ്വാത്മാനന്ദം
തൻ്റെ തന്നെ ആനന്ദത്തെ അല്ലെങ്കിൽ ആ ആത്മാനന്ദത്തെ കൊണ്ട് ലവമായി ഭവിച്ചവൾ. ലവം എന്ന് പറഞ്ഞാലോ ഒഴുകുന്ന, അപ്പോൾ ആത്മാനന്ദത്തിൽ പരവശയായിരിക്കുന്നവൾ എന്നർത്ഥം അല്ലേ? തൻ്റെ തന്നെ ആത്മാനന്ദം കൊണ്ട് പരവശയായിരിക്കുന്നവൾ, അത് ഭവിച്ചത്, ലവമായി ഭവിച്ചത് എന്നർത്ഥം. ലവം എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. അപ്പോൾ ആത്മാനന്ദ പ്രസരത്തിൽ ഒഴുകുന്നവൾ എന്നൊക്കെ നമുക്ക് ഇരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ തൻ്റെ തന്നെ ആത്മാനന്ദം കൊണ്ട് സന്തോഷപരവശയായി ആനന്ദപരവശയായി ഭവിച്ചവൾ, ഇരിക്കുന്നവൾ ദേവി. അതുകൊണ്ട് സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ബ്രഹ്മാനന്ദം ആദി, ബ്രഹ്മ മുതലുള്ള ആദിയായ ആനന്ദമായ, ഇപ്പം ബ്രഹ്മാദ്യാനന്ദ സന്തതി. സന്തതി എന്ന് പറഞ്ഞാൽ മക്കളാണ്. അപ്പോൾ ഈ ആത്മാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മാവ് മുതലായ, ആദി എന്ന് പറഞ്ഞാൽ മുതലായ ആനന്ദ പരിധിയായിരിക്കുന്നവൾ, അങ്ങനെ എടുക്കാം. ബ്രഹ്മാദ്യാനന്ദ സന്തതി, ആ ബ്രഹ്മാനന്ദം കൊണ്ട് സന്തോഷഭരിതയായിരിക്കുന്നവൾ എന്നർത്ഥം. സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. അപ്പോൾ ഈ ശ്ലോകം ചിതി തൽപത ലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇനി ദേവി, നമുക്ക് ഇതിനെ പലതരത്തിലും ഇത് ചെയ്യാം. നമുക്കിതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റില്ല. ഈ സ്വന്തമായ ആനന്ദം കൊണ്ട് പിന്നെ ബ്രഹ്മാവ് മുതലായ സന്തതികൾ അല്ലേ, ബ്രഹ്മാവ് ആദിയായ ആനന്ദഭരിതരായ സന്തതികളോട് കൂടിയവൾ, ദേവിയുടെ സന്തതികളല്ലേ ലോകം മുഴുവൻ. അപ്പം ബ്രഹ്മാവ് മുതലായ എല്ലാ ജീവികളും ദേവിയുടെ സന്തതികളാണ്. അപ്പോൾ എല്ലാവരും ആനന്ദഭരിതരായിരിക്കാൻ കാരണമായിരിക്കുന്ന ദേവിയാണ്. അങ്ങനെയും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഏകദേശ അർത്ഥം ഒന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ ഈ ശ്ലോകം മുഴുവനും ഞാനൊന്നും കൂടി വായിക്കാം. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശവിമോചിനി സംഹൃദാശേഷഭാഷണ്ട സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദനചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാ തമോപഹ ചിതിസ്തൽപദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദലഭീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഹരി ഓം. അമ്മേ നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ നേരുന്നു. ഹരി ഓം.